വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായി. പുതിയതായി പണികഴിപ്പിച്ച ആലുവ ബസ് ടെർമിനൽ നാടിന് തുറന്നു നൽകി. ഏറെ വൈകിയെങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ഘട്ടമായി 8.64 കോടി രൂപയും KSRTCയുടെ തനത് ഫണ്ടിൽ നിന്ന് 5.89 കോടിയുമാണ് മുതൽ മുടക്ക്. സാധാരണ KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന കാഴ്ചയാണ്. പക്ഷെ അതിമനോഹരമായ ഈ സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ മനസ്സ് കാണിച്ച അൻവർ സാദത്തിന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് വളരെയധികം 11 കോടിയിലധികം ചെലവഴിച്ച് ഇത് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത അൻവർ സാദത്തിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ അഭിനന്ദിക്കുക. 18,520 ചതുരശ്ര അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറും 11,635 ചതുരശ്ര അടിയിൽ 2ാം നിലയും പണി കഴിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് പുറമെ പോലീസ് എയ്ഡ് പോസ്റ്റ്, സ്റ്റേഷൻ ഓഫീസ്, 170 സീറ്റുകളുള്ള വെയിറ്റിംഗ് ഏരിയ, ക്യാൻറ്റീൻ, 4 ടോയ്ലറ്റുകളടക്കം സജ്ജമായിട്ടുണ്ട്. 18 ബസ് ബേകളാണ് മറ്റൊരു ആകർഷണം. കൂടാതെ 30 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പണി തീർന്നിട്ടും കാടുപിടിച്ച് കിടന്ന KSRTC ബസ് സ്റ്റാൻഡ് തുറന്നതോടെ ഏറെക്കാലത്തെ ജനങ്ങളുടെ കാത്തിരിപ്പാണ് അവസാനിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.